A warm good morning to all. Tax assessment. So we are discussing about the assessment of firms, and we have just discussed a problem. Illustration 4. X, Y and Z are three equal partners in a firm which Z is a sleeping partner. The firm's profit and loss account for the year ended 31st March 2019 is given below. നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു അല്ലേ. അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഈ ഒരു ഫേമിൽ XYZ എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സാണുള്ളത്. അവർ ഈക്വൽ പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്നത് ഈക്വലി ആണ്. ഇവിടുത്തെ Z എന്ന് പറയുന്ന ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറും XY എന്ന് പറയുന്നത് വർക്കിംഗ് പാർട്ട്നേഴ്സുമാണ്. ഇനി അവരുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. സാലറീസ് 32,000, റെൻറ്റ് ആൻഡ് റേറ്റ്സ് 10,000, അഡ്വർടൈസ്മെൻറ്റ് 12,000, ബാഡ് ഡെറ്റ്സ് 4,800, depreciation 8,000, ഫയർ ഇൻഷുറൻസ് പ്രീമിയം 2,000. ഇനി പാർട്ട്ണർ സാലറീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിന് 16,000ഉം വൈക്ക് 12,000ഉം അങ്ങനെ 28,000 ഔട്ടർ കോളത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി കമ്മീഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിന് 8,000ഉം സെഡിന് 4,000ഉം അങ്ങനെ ടോട്ടൽ 12,000 കമ്മീഷൻ വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10%, എക്സിന് 2,000, വൈക്ക് 4,000, സെഡിന് 6,000 അങ്ങനെ 12,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 10% വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് എക്സിന് 40,000, വൈക്ക് 40,000, സെഡിന് 40,000 അങ്ങനെ 1,20,000. ഇനി ഗ്രോസ് പ്രോഫിറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,32,000 ആണ്. ഡിസ്കൗണ്ട് 8,800. അങ്ങനെ രണ്ട് ഡെബിറ്റ് കോളും ക്രെഡിറ്റ് കോളും നമുക്ക് 2,40,800ഉം 2,40,800 തന്നെ കിട്ടുകയാണ്. ഇനി അവിടെ നോക്കുക, ഡിപ്രിസിയേഷൻ വാസ് എക്സസ് ഡെബിറ്റഡ് ബൈ ₹2,000. ഡിപ്രിസിയേഷൻ അവർ എക്സസ് ആയിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് എത്രയാണ്? 2,000 ആണ്. ഇനി റെൻറ്റ് ഇൻക്ലൂഡ്സ് റെൻറ്റ് ഓഫ് സെൽസ് ഗോ ഡൗൺ ₹2,400. അതുപോലെ തന്നെ റെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ സെഡിൻ്റെ ഗോഡൗണിലെ ഒരു റെൻറ്റും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2,400 ആണ്. കമ്പ്യൂട്ട് ബുക്ക് പ്രോഫിറ്റ് ആൻഡ് ഫേംസ് ടോട്ടൽ ഇൻകം ഫോർ ദി റിലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ. ദ ഫേം ഫുൾഫിൽസ് ദ കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 184. നമ്മളെടുത്ത് ബുക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ലേ. അതുപോലെ തന്നെ 184 പറയുന്ന കണ്ടീഷൻസ് എല്ലാം അവർ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഈ ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞതായിരുന്നു അല്ലേ. അതെങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? നെറ്റ് പ്രോഫിറ്റ് 1,20,000, അതിൻ്റെ കൂടെ എല്ലാ ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഐറ്റംസാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ? ബാഡ് ഡെറ്റ്സ്, റിസർവ്, ഡിപ്രിസിയേഷൻ, റെമ്യൂണറേഷൻ പോലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി റെമ്യൂണറേഷൻ സാലറി ടു പാർട്ട്നേഴ്സ് എന്നുള്ളത് തന്നെ എടുക്കണം. ഇവിടെ വേറൊരു സാലറീസ് ഉള്ളത് അവിടുത്തെ എംപ്ലോയീസിനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ വേജസ് ഫോമിലൊക്കെ കൊടുത്തിട്ടുള്ളതായിരിക്കും. അതെല്ലാം നമുക്കിവിടെ റെമ്യൂണറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. പാർട്ട്നേഴ്സിൻ്റെ സാലറി, കമ്മീഷൻ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ സാലറി നമ്മളെടുത്തു, കമ്മീഷൻ എടുത്തു, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 12% മാത്രമാണ് നമുക്കിവിടെ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിവിടെ എന്താണ്? നില്ലാണ്. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അപ് ടു 10% വരെയുള്ള ഇൻട്രസ്റ്റ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ 12% എക്സസ് ഒന്നും വരുന്നില്ല, നില്ല്. അപ്പോൾ എല്ലാ ഐറ്റംസും ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഐറ്റംസ് അഡ്മിസിബിൾ ഐറ്റംസ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? ലെസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിപ്രിസിയേഷൻ്റെ കാര്യം അഡ്മിസിബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആ 8,000ൽ നിന്ന് 2,000 ലെസ് ചെയ്തിട്ട് 6,000 എടുക്കുന്നത്. അങ്ങനെ ഇൻഅഡ്മിസിബിൾ ആഡ് ചെയ്യുകയും അഡ്മിസിബിൾ ലെസ് ചെയ്യുകയും നമുക്ക് കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. അപ്പോൾ എത്ര കിട്ടി? 1,66,800. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഇനി ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോഴത്തെ ഈ ഒരു പെർഫോം എങ്ങനെയാണ് വരുന്നത്? ആദ്യം ബുക്ക് പ്രോഫിറ്റ് എടുക്കണം. അതിനുശേഷം വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുത്തിട്ടുള്ള റെമ്യൂണറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഇനി ലെസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ആക്ച്വൽ റെമ്യൂണറേഷനും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിലും വിച്ച് എവർ ഈസ് ലെസ്സർ, ആ ഒരു എമൗണ്ടാണ് നമ്മൾ ലെസ് ചെയ്യേണ്ടതായിട്ട് കാണിക്കേണ്ടത്. അതിനുശേഷം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ അതെടുക്കണം. ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതിൽ നിന്ന് ഡിഡക്ഷൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതേ ഫോർമാറ്റിൽ തന്നെ പോവാം. ബുക്ക് പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 1,66,800. പിന്നീട് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ലെസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ്. വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് നമുക്ക് ഇവിടെ എടുക്കാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്: ആക്ച്വൽ റെമ്യൂണറേഷനും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും, അതിൽ ലെസ്സറായിട്ടുള്ള എമൗണ്ട്. ഇനി നോക്കുക, ആക്ച്വൽ റെമ്യൂണറേഷൻ നമ്മൾ എങ്ങനെയാണ് കാണുക? സാലറിയും അതുപോലെ തന്നെ കമ്മീഷനും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? റെമ്യൂണറേഷൻ എത്രയാണ് എന്നുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സാലറി കാണുകയാണ്. പാർട്ട്നേഴ്സിൻ്റെ സാലറി XYZന്
എത്രയാണ് വന്നിട്ടുള്ളത്? 16,000ഉം 12,000ഉം കൂടിയിട്ട് 28,000 ആണ് സാലറി ഫോമിൽ വന്നിട്ടുള്ളത്. ഇനി കമ്മീഷൻ എടുത്ത് നോക്കുമ്പോൾ നമ്മളവിടെ പ്രത്യേകം പറയുന്നുണ്ട് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആരൊക്കെ വരുന്നുള്ളൂ? എക്സും വൈയും മാത്രമാണ് വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. സെഡ് ഇവിടുത്തെ സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. അപ്പോൾ സെഡിന് ഇവിടെ സാലറി കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്കത് കുഴപ്പമില്ല. ഇനി കമ്മീഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്? സെഡിന് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കമ്മീഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? വർക്കിംഗ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷനാണ് നമുക്കിവിടെ എടുക്കേണ്ടത്. അപ്പോൾ സെഡിൻ്റെ സ്ഥലത്ത് നില്ലെന്ന് എഴുതുക. അപ്പോൾ കമ്മീഷൻ എക്സിന് മാത്രം 8,000, അത് നമ്മൾ ഔട്ടർ കോളത്തേക്ക് എഴുതി. ഇനി സാലറിയും കമ്മീഷനും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആക്ച്വൽ റെമ്യൂണറേഷൻ കിട്ടുള്ളൂ. അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു 36,000 ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ആക്ച്വൽ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുകയാണ്. ആക്ച്വൽ റെമ്യൂണറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം സാലറി എടുത്തു, അതുപോലെ തന്നെ കമ്മീഷൻ എടുത്തു. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആക്ച്വൽ റെമ്യൂണറേഷൻ കിട്ടി. ഇനി നമ്മളുടെ അടുത്ത പോയിൻ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക പറഞ്ഞിട്ടുള്ളത്? ഒന്നില്ലെങ്കിൽ 1,50,000, അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റിൻ്റെ 90%, വിച്ച് എവർ ഈസ് മോർ. അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതുക ഒന്നില്ലെങ്കിൽ 1,50,000, ഇല്ല എന്നുണ്ടെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? 1,66,800, അതിൻ്റെ 90%. അതിൻ്റെ 90% എത്രയാണ് വരുന്നത്? 1,50,120, വിച്ച് എവർ ഈസ് മോർ. ഇതിലേതാണോ വലുത്? 1,50,120, വിച്ച് എവർ ഈസ് മോർ. ഏതാണ് വലുത്? 90% ആണ് മോർ അല്ലേ. അപ്പോൾ ആ എമൗണ്ട് ആണ് നമ്മൾ ഇവിടേക്ക് എടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് നമുക്ക് 1,50,120 ആണ് എന്നുള്ളത് കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ രണ്ട് എമൗണ്ടിലെ ആക്ച്വൽ റെമ്യൂണറേഷനിലും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിലും, അതായത് 36,000ലും 1,50,120ലെ വിച്ച് എവർ ഈസ് ലെസ്. ഏതാണ് ലെസ്? 36,000. അതാണ് നമ്മളുടെ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്. ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്തിട്ട് കാണിക്കണം. അതാണ് 36,000. അങ്ങനെയാണ് നമുക്ക് ഔട്ടർ കോളത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു റെമ്യൂണറേഷന് നമ്മൾ എന്ത് ചെയ്യാണ്? ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യാണ്. അപ്പോൾ 1,66,800ൽ നിന്ന് 36,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1,30,800 കിട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതാണ് നമ്മളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എന്ത് ചെയ്യാവുന്നതാണ്? ഇവിടെ ഡിഡക്ഷൻസ് ഒന്നും വരുന്നില്ല. ഇത് ശരിക്കും ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. ഇവിടെ ഡിഡക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നെ എന്തായിട്ട് മാറി? നമ്മളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. A, B, C are partners of a firm enjoying profits and losses in the ratio of 3:2:1. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസസ് റേഷ്യോ എന്ന് പറയുന്നത് 3:2:1 ആണ്. ഫ്രം ദി ഫോളോവിങ് അവൈലബിൾ പെർട്ടിക്കുലേഴ്സ് കമ്പ്യൂട്ട് ദ ബുക്ക് പ്രോഫിറ്റ് ആൻഡ് ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 1920. അപ്പോൾ നമ്മളെടുത്ത് ബുക്ക് പ്രോഫിറ്റും ടോട്ടൽ ഇൻകവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അസ്യൂമിങ് ദാറ്റ് ദ ഫേം ഫുൾഫിൽസ് ദ കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 184. ഫേം എന്ത് ചെയ്യുന്നുണ്ട്? 184ലെ എല്ലാ സെക്ഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ പറയുകയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ സൺട്രി എക്സ്പെൻസസ് 1,64,500, സാലറീസ് എക്ക് 17,000, ബിക്ക് 15,000, അങ്ങനെ ടോട്ടൽ സാലറി വരുന്നത് 32,000. ഇനി കമ്മീഷൻ ടു സി എന്ന് പറയുന്നത് 20,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 12% പെർ ആനം. എക്ക് 5,000, ബിക്ക് 10,000, അങ്ങനെ ടോട്ടൽ ഔട്ടർ കോളത്തേക്ക് 15,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്ക് 17,550, ബിക്ക് 11,700, സിക്ക് 5,850, അങ്ങനെ ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 35,100. ഇനി ഗ്രോസ് പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 lakh ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഗ്രോസ് എമൗണ്ട് പറയുന്നത് 18,600 ആണ്. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് ഗ്രോസ് എമൗണ്ട് 10,000. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 20,000. ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 18,000 ആണ്. അങ്ങനെ ടോട്ടൽ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 2,66,600 ആണ് എമൗണ്ട് വരുന്നത്. ഇനി അവിടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരുന്നുണ്ട്. സൺട്രി എക്സ്പെൻസസ് ഇൻക്ലൂഡ് ₹5,000 സ്പെൻഡ് ഫോർ ദി പർച്ചേസ് ഓഫ് എ സ്കൂട്ടർ ബൈ എ ഫോർ യൂസിങ് ആസ് കൺവേയൻസ് ടു അറ്റൻഡ് ഓഫീസ്.
അതുപോലെ പറയുന്നത് സൺട്രി എക്സ്പെൻസസിൽ ഒരു 5,000 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ 5,000 എന്ന് പറയുന്നത്? എ എന്ന് പറയുന്ന ഒരു പാർട്ണർ സ്കൂട്ടർ വാങ്ങിയതാണ്. അതായത് ഓഫീസിലേക്ക് ഈ ഫേമിലേക്ക് സുഖമായിട്ട് വരാനും പോകാനൊക്കെ വേണ്ടിയിട്ട്, ജോലിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 5,000 റുപ്പീസ് ഒരു സ്കൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? സൺട്രി എക്സ്പെൻസസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമാറ്റ് എന്താണ് പറയുന്നത്? ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, ഡിസലവൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 12% പെർ ആനം. 3 ഐറ്റംസ് ആഡ് ചെയ്യുക. പിന്നെ എന്തൊക്കെയാണ് ലെസ് ചെയ്യേണ്ടത്? അഡ്മിസിബിൾ ഐറ്റംസ് വിച്ച് ആർ ഡിസലൗഡ് ഇൻ, അതുപോലെ തന്നെ ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ് ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ലെസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്നാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് വരുന്നത്? ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 32,100. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതെന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. നമുക്ക് വേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 35,100. ഇനി നമുക്ക് അതിൽ നിന്ന് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് എല്ലാം ലെസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പറയുന്ന പോലെയുള്ള ഡിപ്രിസിയേഷനോ അല്ലെങ്കിൽ ബാഡ് ഡെറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ റെമ്യൂണറേഷനിലേക്ക് പോവാണ്. റെമ്യൂണറേഷൻ കണ്ടുപിടിക്കുകയാണ്. ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് ആഡ് ചെയ്യുന്നതിൽ ഫസ്റ്റ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. അതിലെന്താണ് വരുന്നത്? സാലറിയും വരുന്നുണ്ട്, കമ്മീഷനും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സാലറി ABC, എക്ക് 17,000, ബിക്ക് 15,000, സിക്ക് സാലറി ഒന്നും വരുന്നില്ല, അങ്ങനെ 32,000. ഇനി കമ്മീഷൻ സിക്ക് മാത്രമേ ഉള്ളൂ 20,000. അങ്ങനെ ടോട്ടൽ 52,000 ആണ് നമ്മളുടെ റെമ്യൂണറേഷൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾക്ക് എടുക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓവർ 12%. അതായത് 12%നേക്കാൾ എക്സസ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 12% ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എക്സസ് ഒന്നും വരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നില്ലാണ്. ഇനി അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒരു 5,000 കൂടി എവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്? സൺട്രി എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ട് കാണിക്കണം. കോസ്റ്റ് ഓഫ് സ്കൂട്ടർ, അതൊരു നോൺ ബിസിനസ് അസറ്റാണ് അല്ലേ. ഇയാൾക്ക് ബിസിനസ്സിലേക്ക് ഫേമിലേക്ക് വരാനും പോകാനൊക്കെ അയാളുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അയാൾ എടുത്തിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. അതാണ് നോൺ ബിസിനസ് അസറ്റ് എന്ന് പറയുന്നത്. അത് ബിസിനസ് ഇല്ലല്ല അവർ വെക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത് നോൺ ബിസിനസ് അസറ്റായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് സ്കൂട്ടർ എന്ന് പറയുന്നത് 5,000 ആണ്. അതും ഒരു അഡ്മിസിബിൾ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 3 ഐറ്റംസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുകയാണ്? നമ്മളുടെ അഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അതുപോലെ തന്നെ 12%-ന് എക്സ്ട്രാ ഉള്ള ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കാര്യങ്ങളൊക്കെ നമ്മളവിടെ ആഡ് ചെയ്യാണ്. അതിനുശേഷം വരുന്നതാണ് നമുക്കിനി എന്തെങ്കിലും അതർ ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ് ക്രെഡിറ്റഡ്, അതുപോലെ തന്നെ അഡ്മിസിബിൾ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കിവിടെ ലെസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതർ ഇൻകംസ് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് അല്ലേ. ഇൻകംസ് ആയിട്ട് റൈറ്റ് സൈഡിൽ പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ക്യാപിറ്റൽ ഗെയിൻ, ഹൗസ് പ്രോപ്പർട്ടി, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഇന്ത്യൻ കമ്പനീസ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതർ ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് എടുക്കുകയാണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എത്രയാണ്? 18,600. അടുത്തതാണ് ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് 10,000, അതെടുത്തു. ഇനി അടുത്തതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 20,000, അതെടുത്തു. നെക്സ്റ്റ് വരുന്നതാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 18,000, അതെടുത്തു. അപ്പോൾ ഈ ഇൻകംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. അപ്പോൾ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസുകളും നമ്മൾ ആഡ് ചെയ്യുന്നു, ഇൻകംസിനെല്ലാം നമ്മൾ ലെസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത് 25,500. ഇനി നമുക്ക് ഇതിന് ശേഷം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് റെമ്യൂണറേഷൻ കുറയ്ക്കുക. റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് തന്നെ എടുക്കണം. അതെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആക്ച്വൽ റെമ്യൂണറേഷനും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും എടുത്തിട്ട് വേണം നമ്മൾ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ് ഇവിടെ ആഡ് ചെയ്യേണ്ടതാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്തിട്ട് കാണിക്കണം.
അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 25,500 ലെസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. അപ്പോൾ നമ്മൾ എടുക്കുകയാണ് രണ്ട് കാറ്റഗറി. ആക്ച്വൽ റെമ്യൂണറേഷൻ വരുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും വരുന്നുണ്ട്. ആക്ച്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് സാലറി പ്ലസ് കമ്മീഷനാണ്. നമുക്കിവിടെ സാലറി വന്നിട്ടുള്ളത് 32,000 ആണ്, കമ്മീഷൻ വന്നിട്ടുള്ളത് 20,000. അങ്ങനെ 52,000 ആണ് നമുക്ക് ആക്ച്വൽ റെമ്യൂണറേഷൻ ആയിട്ട് വരുന്നത്. ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ 1,50,000, ഇല്ലെങ്കിൽ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്, വിച്ച് എവർ ഈസ് മോർ, ഏതാണോ വലുത് അതാണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ബുക്ക് പ്രോഫിറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 25,500 ആണ്. അതിൻ്റെ 90% എന്ന് പറയുമ്പോൾ എത്ര മാത്രമേ വരുന്നുള്ളൂ? 22,950 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഏതാണ് എടുക്കാൻ പറ്റുക? 1,50,000 ആണ് എടുക്കാൻ പറ്റുക. കാരണം നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിൽ വിച്ച് എവർ ഈസ് മോർ ആണ് എടുക്കേണ്ടത്. സോ നമ്മൾ 1,50,000 എടുത്തു. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിൽ 1,50,000 എഴുതി, ആക്ച്വൽ റെമ്യൂണറേഷനിൽ 52,000 എഴുതി. ഇനി ഈ രണ്ടെണ്ണത്തിലെ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ലീസ്റ്റ് വൺ ആണ് എടുക്കേണ്ടത്, അതായത് 52,000. അപ്പോൾ ആ 52,000 നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 25,500 നിന്ന് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് 52,000 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരികയാണ്? 26,500 ബിസിനസ് ലോസ് വരികയാണ്. ഓക്കെ, അപ്പോൾ ലോസ് വരുമ്പോൾ നിങ്ങൾ അതിനൊന്ന് ജസ്റ്റ് ബ്രാക്കറ്റ്സിലിട്ട് കൊടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ അതർ ഇൻകംസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതർ ഇൻകംസിൽ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 18,600 ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്കത് എക്സംപ്റ്റഡ് ആണ്. ഹൗസ് പ്രോപ്പർട്ടി 20,000, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 18,000. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 56,600 ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ശരിക്കും ആഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഇതൊരു നെഗറ്റീവ് എമൗണ്ട് ആയതുകൊണ്ട് 26,500 മൈനസ് 56,600. അപ്പോൾ നമുക്ക് അവിടെ കിട്ടി ടോട്ടൽ ഇൻകം ആയിട്ട് വരുന്നത് 30,100. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, അതർ ഇൻകംസ് എല്ലാം നമ്മളിവിടെ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ബിസിനസ് ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് ഫിഗറും ഇത് പ്ലസ് ഫിഗറുമാണ് അല്ലേ. ഇത് നെഗറ്റീവ് ഫിഗറും ഇത് പ്ലസ് ഫിഗറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എമൗണ്ട് വരുന്നത് 30,100 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ബിസിനസ് പ്രോഫിറ്റും ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇലുസ്ട്രേഷൻ 12. A, B, C are partners in a firm sharing profits and losses in the proportion of 2/5, 2/5 and 1/5 respectively. ഓക്കെ, അപ്പോൾ ഇവരെങ്ങനെയാണ് ABC എന്ന് പറയുന്ന പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ഷെയർസ് ഷെയർ ചെയ്യുന്നത്? 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത് പ്രോഫിറ്റ്. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2019 ഈസ് ആസ് ഫോളോസ്. The sundry trade expenses 1,01,800. Interest on capital at 15%, എക്ക് 15,000, ബിക്ക് 15,000, സിക്ക് 15,000. അങ്ങനെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 15% ആയിട്ട് വരുന്നത് 45,000 ആണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, 12%നേക്കാൾ കൂടുതൽ വരുന്നുണ്ട് അല്ലേ. എത്രയാണ് വരുന്നത്? 3% ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സസ് എമൗണ്ട് ആണ് നമ്മൾ ഇൻഅഡ്മിസിബിൾ ഐറ്റം ആയിട്ട് കാണിക്കേണ്ടത് ഇല്ലേ. നെക്സ്റ്റ് വരുന്നതാണ് റെൻറ്റ് ടു ബി. ബിക്ക് റെൻറ്റ് കൊടുത്തിട്ടുണ്ട് 30,000, സാലറി ടു ബി 72,000, കമ്മീഷൻ ടു സി 36,000. ഇനി നെറ്റ് പ്രോഫിറ്റ് 2,15,200 ആണ്. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോട്ട് ഡൗൺ 4,90,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് 10,000 ആണ്. ഇങ്ങനെ രണ്ട് സൈഡിലും കൂടിയിട്ട് എമൗണ്ട് വരുന്നത് 5 lakh ആണ്. കമ്പ്യൂട്ട് നമ്മളത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ദ ടോട്ടൽ ഇൻകം ഓഫ് ദി ഫേമിൻ്റെ ടോട്ടൽ ഇൻകം. ദ ഫേം ഫുൾഫിൽസ് ദ കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 184. 184 എല്ലാ കാര്യങ്ങളും ഫേം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് കണ്ടുപിടിക്കാൻ പറ്റുള്ള വേറൊരു കാര്യമാണ് ടാക്സബിൾ ഇൻകം ഓഫ് ദി 3 പാർട്ട്നേഴ്സ് ഇൻ ദി ഫേം. ബി, സി ആർ വർക്കിംഗ് പാർട്ട്നേഴ്സ്. അതുപോലെ തന്നെ പറയുകയാണ് ഈ ഒരു പാർട്ട്നേഴ്സിൻ്റെ ടാക്സബിൾ ഇൻകം എത്രയാണെന്നുള്ളതും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം, ഈ പാർട്ട്നേഴ്സിൻ്റെ ടാക്സബിൾ ഇൻകം എത്രയാണെന്നുള്ളതും കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം എഴുതുക ഇൻകം ഫ്രം ബിസിനസ്സിൽ നിന്ന് നമുക്ക് എത്രയാണ് ഇൻകം കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. എത്രയാണ് വന്നിട്ടുള്ളത്? 2,15,200. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,15,200. അതിൽ നിന്ന് ഐറ്റംസ് നോട്ട് അലൗഡ്, ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ഐറ്റംസാണ് ഉള്ളത്?
ഇൻട്രസ്റ്റ് എക്സസ് വരുന്നുണ്ട്, റെമ്യൂണറേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 2 ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻ എക്സസ് ഓഫ് 12%. എക്സസ് ഓഫ് 12% എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ പാർട്ട്നേഴ്സിൻ്റെ ടാക്സിബിൾ ഇൻകം കൂടി കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 12%ൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്താൽ മതിയാവും. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് അത് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുന്നുണ്ടായിരിക്കുക. കാരണം പാർട്ട്നേഴ്സിൻ്റെ കാണുന്ന സമയത്ത് നമുക്ക് ഈ ഒരു 12% എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, 15,000 എന്ന് പറയുന്നത് 15% ആണ്. അപ്പം അങ്ങനെയെങ്കിൽ 12% എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ അപ്പോൾ 12% എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 12,000 ആണ് അല്ലേ. അതെങ്ങനെ കിട്ടിയത്, 15,000 × 12 ഡിവൈഡഡ് ബൈ 15. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 12% എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണ് എക്സസ് വന്നിട്ടുള്ളത്, 3% ആണ് എക്സസ് വന്നിട്ടുള്ളത്. അപ്പോൾ 15,000 മൈനസ് 12,000 എന്ന് പറയുമ്പോൾ 3,000 ആണ് ഇവിടുത്തെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പാർട്ട്നേഴ്സിൻ്റെയും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആദ്യം 12% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള എക്സസ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3,000 ആണ്. എക്കും ബിക്കും സിക്കും നിൽക്കുന്നത് 3,000 തന്നെയാണ്. അങ്ങനെ ടോട്ടൽ ഔട്ടർ കോളത്തേക്ക് വരുന്നത് 9,000. ഇനി അതിനുശേഷം ഇത് കമ്മീഷൻ ടു സി, കമ്മീഷൻ സിക്ക് കൊടുക്കുന്ന കമ്മീഷൻ എത്രയാണ്, 36,000 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വരുന്നത് ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് ആയിട്ട് നമുക്ക് വരുന്നത് 9,000ഉം 72,000ഉം 32,000ഉം ആണ്. അങ്ങനെ എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി 1,17,000 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ട ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് ആയിട്ട് വരുന്നത്. അങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ ഈ ഇൻഅഡ്മിസിബിൾ ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 3,32,200. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, അവിടെ ലെസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് വരുന്നുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു 10,000. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിനെ ലെസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബുക്ക് പ്രോഫിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇൻഅഡ്മിസിബിൾ ഐറ്റംസ്, റെമ്യൂണറേഷൻ, ഡിസലവൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 12% ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയും അഡ്മിസിബിൾ ഐറ്റംസും അതുപോലെ തന്നെ ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസും ലെസ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്ന ഹെഡിലാണ് അല്ലേ. അപ്പോൾ അതും കൂടി നമ്മൾ അവിടെ ലെസ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 10,000 ലെസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ള 3,22,200 നിന്ന് എന്തൊക്കെ ലെസ് ചെയ്യണം, റെമ്യൂണറേഷൻ ലെസ് ചെയ്യണം, വേറെ എന്തെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം, ഡിഡക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ റെമ്യൂണറേഷൻ ലെസ് ചെയ്യാണ്. റെമ്യൂണറേഷൻ ലെസ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്കിംഗ് പാർട്ട്നേഴ്സിൻ്റെ മാത്രം റെമ്യൂണറേഷനാണ് ഇവിടെ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾക്കിപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,22,200 കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 3,00,000 90%, ബാലൻസ് എമൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ 60%. ഓക്കെ, ഇത്രയും നാൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതിൽ കുറവ് എമൗണ്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒന്നില്ലെങ്കിൽ 1,50,000 അല്ലെങ്കിൽ 90% എന്നുള്ള രീതിക്ക് പോകുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ബുക്ക് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 3,00,000 കൂടുതലാണ്. സോ ദ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഓൺ ദിസ് സ്ലാബ് റേറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ കാണുക 3,00,000ൻ്റെ 90% എന്ന് പറയുന്നത് 2,70,000 ആണ്. ബാക്കി ഇനി അതിൽ എത്രത്തോളം ഉണ്ട്, 3,22,200 മൈനസ് 3,00,000 എന്ന് പറയുമ്പോൾ 22,200. അതിന് 60% എന്ന് പറയുമ്പോൾ 13,320. അങ്ങനെ 2,83,320 ആണ് നമ്മളുടെ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ,
ഇനി എന്ത് ചെയ്യുക, ആക്ച്വൽ ബുക്ക് പ്രോഫിറ്റ് ആയിട്ടുള്ള 3,22,200 നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യാണ്, നമ്മളുടെ റെമ്യൂണറേഷൻ ആയിട്ടുള്ള 2,83,320 നമ്മൾ ലെസ് ചെയ്യാണ്. അതിന് മുന്നേ നമ്മൾ റെമ്യൂണറേഷൻ കാണുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റും പിന്നൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആക്ച്വൽ റെമ്യൂണറേഷനുമാണ് അല്ലേ. ഇതിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഈ 2,83,320 എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് മാത്രമാണ്. നമുക്കിനി എന്തും കൂടി കാണണം, ആക്ച്വൽ റെമ്യൂണറേഷനും കൂടി കണ്ടുപിടിക്കണം. ആക്ച്വൽ റെമ്യൂണറേഷൻ നമുക്ക് എത്രയാണ് വരുന്നത്, 1,08,000 ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്, നമുക്കറിയാം ടോട്ടൽ റെമ്യൂണറേഷൻ നമ്മളവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 1,17,000 ആണ് ആക്ച്വൽ റെമ്യൂണറേഷൻ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ഒരാൾ വർക്കിംഗ് പാർട്ട്ണർ അല്ല, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ് ഇല്ലേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു പേഴ്സൺ ഇവിടെ എന്താണ്, വർക്കിംഗ് പാർട്ട്ണർ അല്ല, വർക്കിംഗ് പാർട്ട്ണർ അല്ല എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എയുടെ സാലറി ആയിട്ടുള്ള 3,000 നമുക്കിവിടെ ലെസ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ. ഓക്കെ, ഇവിടെ എക്ക് സാലറി ഇല്ല. ഇവിടെ എന്ത് മാത്രമേ റെമ്യൂണറേഷനിൽ വരുന്നുള്ളൂ, ബിയുടെ സാലറി വരുന്നുണ്ട്, അതുപോലെ തന്നെ സിയുടെ കമ്മീഷൻ വരുന്നുണ്ട് ഇല്ലേ. ബിയുടെ സാലറി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നോക്കാം. ബിയുടെ സാലറി എന്ന് പറയുന്നത് 72,000 ആണ്. സിയുടെ കമ്മീഷൻ എന്ന് പറയുന്നത് 36,000 ആണ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമാണ് നമ്മളുടെ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ റെമ്യൂണറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കത് ആഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും 1,08,000 ആണ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് നമ്മൾ ഇവിടെ ബുക്ക് പ്രോഫിറ്റ് 3 ലാഖിനേക്കാൾ കൂടുതലുള്ള കാരണം ഈ ഒരു റേറ്റിലാണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് കാണുന്നത്. ഇനി ആക്ച്വൽ റെമ്യൂണറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു 1,08,000 ആണ്. ഇനി ഇതിലേതാണ് നമ്മൾ എടുക്കേണ്ടത്, വിച്ച് എവർ ഈസ് ലെസ്സർ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഈ ഒരു സ്ലാബ് വെച്ചിട്ട് കണ്ടു. ഇതല്ലെങ്കിൽ 1,50,000 ആണ് എടുക്കേണ്ടത്. വിച്ച് എവർ ഈസ് മോർ ആണ് എടുക്കേണ്ടത്. ഇതിലേതാണ് വലുതായിട്ട് നിൽക്കുന്നത്, 1,50,000 ആണോ, അല്ല, 2,83,320 ആണ്. അപ്പോൾ നമ്മളത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ട് എടുത്തു. ഇനി ആക്ച്വൽ റെമ്യൂണറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ബിയുടെ സാലറിയും സിയുടെ കമ്മീഷനും ചേർന്നിട്ട് 1,08,000 ആണ് വരുന്നത്. ഈ രണ്ട് എമൗണ്ടിൽ വിച്ച് എവർ ഈസ് ലെസ്സർ ആണ് എന്തായിട്ട് വരുന്നത്, നമ്മളുടെ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് വരുന്നത്. ഇതിലേതാണ് ചെറിയ എമൗണ്ട്, 1,08,000. ആ എമൗണ്ടിനെ നമ്മൾ ലെസ് ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ബുക്ക് പ്രോഫിറ്റ് എത്ര പറയുന്നുണ്ട്, 3,22,200 ആണ് ബുക്ക് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യാണ്, റെമ്യൂണറേഷൻ വന്നിട്ടുള്ളത് ലെസ് ചെയ്യാണ്. അപ്പോൾ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് 1,08,000 ആണ്. അപ്പോൾ അതേ 3,22,200 മൈനസ് 1,08,000 എന്ന് പറയുമ്പോൾ 2,14,200 ആണ് നമ്മളുടെ ബിസിനസ് ഇൻകം ആയിട്ട് വരുന്നത്. ഇവിടെ വേറെ ഡിഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം ബിസിനസ് ഇൻകം തന്നെയാണ് നമ്മളുടെ ടോട്ടൽ ഇൻകം ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മളിവിടെ സ്ലാബ് റേറ്റ് എടുക്കുന്ന റെമ്യൂണറേഷൻ കാണുന്ന സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ 1,50,000 അല്ലെങ്കിൽ പിന്നീട് നമ്മളൊരു സ്ലാബ് റേറ്റ് ആണ് നോക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 ലാഖിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 90% എടുക്കണം. ബാലൻസ് എമൗണ്ടുമ്പോൾ 60% എടുക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ കണ്ടതെല്ലാം 3 ലാഖിന് താഴെയായിരുന്നു ബുക്ക് പ്രോഫിറ്റ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബുക്ക് പ്രോഫിറ്റിൻ്റെ 90% എടുക്കുന്നുണ്ടായിരുന്നത്. ബാലൻസ് എമൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് എത്ര വരുന്നുണ്ട്, 3,22,200 വരുന്നുണ്ട്. അതായത് 3 ലാഖിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ലാഖുമ്പോൾ 90%ഉം ബാക്കിയുള്ള ബാലൻസുമ്പോൾ 60%ഉം കണ്ടിട്ട് ഒരു എമൗണ്ട് കണ്ടുപിടിക്കുന്നു. ഇനി ഒന്നില്ലെങ്കിൽ ഈ എമൗണ്ട്, ഇല്ലയെന്നുണ്ടെങ്കിൽ 1,50,000. വിച്ച് എവർ ഈസ് മോർ, ഏതാണ് മോറായിട്ട് നിൽക്കുന്നത്, ഇതാണ് മോറായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഇതായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ആക്ച്വൽ റെമ്യൂണറേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,08,000 ആണ് വരുന്നത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലെ വിച്ച് എവർ ഈസ് ലെസ്, അപ്പോൾ അത് നമുക്ക് വരുന്നത് ആക്ച്വൽ റെമ്യൂണറേഷൻ ആണ്, അത് നമ്മൾ എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഇൻകമാണ് വേണ്ടത്.
അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ എന്താണ്, അവർക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് വേണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അപ് ടു 12% വരെ പാർട്ട്നേഴ്സിൻ്റെ കയ്യിലും എക്സസ് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മളത് എവിടെ എടുക്കുന്നുള്ളൂ, ബിസിനസ് ഇൻകം കാണുന്ന സമയത്ത് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അപ് ടു 12% വരെ ആരുടെയിൽ എടുക്കണമെന്ന് പറയുന്നത്, പാർട്ട്നേഴ്സിൻ്റെ എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. 12,000 ആണ് 3 പാർട്ട്നേഴ്സിന് വരുന്നത്. ഇനി സാലറി ബിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ 72,000, കമ്മീഷൻ സിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ 36,000. റെൻറ്റ് പിന്നെ റിലേറ്റഡ് ടു ബിസിനസ് ആണ് എന്നാണ് നമ്മളവിടെ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഇൻകം കണ്ടുപിടിക്കുകയാണ്. എക്ക് 12,000, ബിക്ക് 84,000, സിക്ക് 48,000. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ബിസിനസ് ഇൻകം കണ്ടുപിടിച്ചു, ബുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു, പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ടാക്സബിൾ ഇൻകം എത്രയാണെന്നുള്ളതും കൂടി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.